ഹലോ, നമ്മൾ എത്തിയിരിക്കുന്നത് കരുവാരക്കുണ്ട് പഞ്ചായത്തിലെ തുരുമ്പോട് അംഗനവാടിയിലാണ്. നമ്മുടെ ഡൈജസ്റ്റർ ഏകദേശം 6 മാസത്തോളമായിട്ട് അംഗനവാടിയിൽ ഉപയോഗിക്കുന്നുണ്ട്. നമ്മുടെ കൂടെ അംഗനവാടിയിൽ ടീച്ചർ ഉണ്ട്, മിനി ടീച്ചർ. നമുക്ക് അവരുടെ എക്സ്പീരിയൻസ് എങ്ങനെയാണെന്നുള്ളത് നേരിട്ട് ചോദിക്കാം. നമസ്കാരം ടീച്ചറെ. ഇപ്പോ എത്ര ആയിട്ടുണ്ട് പ്രൊഡക്റ്റ് യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട്? 6 മാസമായി. 6 മാസത്തോളമായി. അപ്പൊ അതിന് മുമ്പ് എന്തായിരുന്നു വേസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു? മുമ്പ് അപ്പം നമ്മളിങ്ങനെ ആകെ 3 സെന്റ് സ്ഥലമേ ഉള്ളൂ അംഗനവാടിക്ക്. അപ്പം നമ്മൾ ഒരു പാത്രത്തിലാക്കി പച്ചക്കറി വേസ്റ്റ് ഒക്കെ പാത്രത്തിലാക്കും. അത് ഞങ്ങൾ കഞ്ഞിവെള്ളം കൊണ്ടുവന്ന് കൊള്ള അങ്ങനെയുള്ള ആൾക്കാരൊക്കെ വരും വേസ്റ്റ് കൊണ്ടുപോകാനായിട്ട്. ഇപ്പം ഇത് കിട്ടിയ പിന്നെ സൂപ്പറായി. കാരണം ഞങ്ങൾക്ക് പുറത്ത് വേസ്റ്റ് കളയണ്ട. കാരണം പിന്നീട് ഞങ്ങൾ ചെടികളൊക്കെ വെച്ച് പിടിപ്പിക്കുന്നുണ്ട്, അതിനകത്ത് ഉപയോഗിക്കാൻ പറ്റും. എൻ്റെ അഭിപ്രായത്തിൽ നല്ലതാണ്. ഇനിയിപ്പോൾ അതുപോലെ എല്ലാ വീടുകളിലും ഒക്കെ ആക്കുകയാണെങ്കിൽ അതിനേക്കാൾ നല്ലതായിരുന്നു. കാരണം അംഗനവാടിക്ക് നല്ലൊരു ഉപകാരം തന്നെയാണ്. ഉപയോഗിച്ച് തുടങ്ങിയപ്പോൾ ഈ വേസ്റ്റിന്റെ പ്രശ്നങ്ങളൊക്കെ തീർന്നു. പിന്നെ പ്ലാസ്റ്റിക് നമ്മൾ ഹരിതകർമ്മ സേനയെ കൊടുക്കുന്നുണ്ട്. ഇത് ഞങ്ങൾക്ക് പച്ചക്കറിയും പിന്നെ അതുപോലെ ചോറ് കൊച്ചുങ്ങൾ ബാക്കിയാക്കുന്ന ചോറുകളും ഒക്കെ നമ്മൾ അതിനകത്ത് ഇടുന്നുണ്ട്. പിന്നെ അതന്നെയാണ് മെയിൻ നമുക്കിവിടെ ഉള്ളത്. വേറെ കാര്യങ്ങളൊന്നും അവർ കുറച്ച് ബാക്കി വരുമല്ലോ ചോറൊക്കെ. അപ്പോൾ അതൊക്കെ നമ്മൾ അതിനകത്ത് സ്വരൂപിക്കും. കാരണം അതുകൊണ്ട് ഏറ്റവും നല്ല ഉപകാരമാണ്. കാരണം ഈ ചെടിയോട് ഇഷ്ടമുള്ള ആൾക്കാരൊക്കെ ഉണ്ടല്ലോ, പച്ചക്കറി അങ്ങനെ കാര്യങ്ങളോട് ഇഷ്ടമുള്ളവർക്കാണെങ്കിൽ എളുപ്പമുണ്ട്. കാരണം അങ്ങനെ ഒരാളാണ്. ഞാനായിട്ട് അങ്ങനെ ആളാണ്. കാരണം വീട്ടിലാണെങ്കിലും അതെ, ഇവിടെയാണെങ്കിലും അങ്ങനെ തന്നെ. കാരണം എൻ്റെ ഒരു ആഗ്രഹം, എനിക്കിഷ്ടമാണ് കാരണം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. കിട്ടുന്ന വളം നമുക്ക് ഡയറക്റ്റ് അതിലേക്ക് തന്നെ ഇടാം, പുറത്ത് വേണ്ട. കാരണം വേറെ ഇടത്തുനിന്ന് പോയി ഞങ്ങളിപ്പോൾ ചാണകമൊക്കെ കൊണ്ടുവരുമായിരുന്നു. ചാണകം കൊണ്ടുവരുന്നതിനേക്കാളും ഭേദം ഇത് നമ്മുടെ കുറേ സാധനങ്ങളില്ലേ വെറൈറ്റി ആയിട്ട് കിട്ടുമല്ലോ. എല്ലാ വേസ്റ്റ് ആകുമ്പോൾ നല്ലതാണ്, കുഴപ്പമൊന്നുമില്ല. അങ്ങനെ ഇനി എല്ലാ വീടുകളിലും തരണമെന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം വീടുകളിൽ ഇതുപോലെ കുറേ വേസ്റ്റ് ഉണ്ടാവുമല്ലോ. അപ്പം നമുക്ക് ഒന്നിച്ച് വെക്കാനും സൗകര്യമില്ല. പിന്നെ ഡസ്റ്റ്ബിൻ നമ്മൾ വീട്ടിൽ വെച്ചാലും അത് പിന്നെയും നമ്മൾ കൊണ്ട പറമ്പിലല്ലേ എറിയുന്നത്. അപ്പം അതുകൊണ്ട് നമ്മുടെ ചെടികൾക്കോ അല്ലെങ്കിൽ ഒന്നിനും ഉപയോഗിക്കാൻ പറ്റത്തില്ല. അപ്പൊ സ്ഥലം കുറവുള്ളവർക്കൊക്കെ ഉപകാരം തന്നെയാണ്. കാരണം ഒരു 5 സെന്റ് സ്ഥലമാണ് മാക്സിമം എല്ലാ ഇപ്പം മിക്ക വീട്ടുകളിലും. അപ്പോൾ അതൊക്കെ ആകുമ്പോൾ അവർക്ക് മറ്റുള്ളവരുടെ പറമ്പിലോട്ട് കൊണ്ടുവിടുമ്പോൾ അവിടെയും ചീഞ്ഞ് അതുപോലെ മീനിൻ്റെ തല, ഇറച്ചിയുടെ വേസ്റ്റ്, ഇങ്ങനെ കാര്യങ്ങളെല്ലാം പുറത്തേക്ക് കൊണ്ട കളയുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ കിട്ടുന്നതുകൊണ്ട് നല്ല ഉപകാരമാണ്. ഇനി വീടുകളിലൂടെ തരണമെന്ന് തരണമെന്ന് നിങ്ങളോട് പറയുന്നു. ഒന്നാമത്തെ ടാങ്ക് നിറയാനായിട്ടുണ്ടോ? ഏകദേശം ഒരു അരയൊക്കെ ആയിട്ടേ ഉള്ളൂ. കുറച്ച് ഇപ്പൊ 10-15 പിള്ളേരല്ലേ ഉള്ളൂ. നിർബന്ധമായിട്ട് ഭക്ഷണം കൊടുക്കും. അപ്പൊ ഇനി ഇച്ചിരിയൊക്കെ ബാക്കി വരുള്ളൂ. പിന്നെ പച്ചക്കറി ഇഷ്ടം പോലെ ഉണ്ടാവുമല്ലോ, നമ്മളതിനകത്ത് ബാക്കിയൊക്കെ ഉണ്ടാവും. അപ്പൊ അതൊരു ഉപകാരമാണ്. പൗഡറൊക്കെ കറക്റ്റ് ആയിട്ട് ഇടുന്നില്ലേ? ഇടുന്നുണ്ട്. അത് പെട്ടെന്ന് വരും. കാരണം അതിനകത്ത് തന്നെ പുഴുവാണ് ഇത്. അല്ല, പുഴു വരാനുള്ളത് ഉണ്ടാക്കുമല്ലോ. ഞാൻ ആദ്യമായിട്ട് ഉപയോഗിക്കുന്നത്, അതുകൊണ്ടാണ് ഞാൻ ഈ ചോദിക്കുന്നത്. നിങ്ങൾ തരുന്ന സംശയം ചോദിക്കുക കേട്ടോ, അറിയാത്തോണ്ടാ ചോദിക്കുന്നത്. അപ്പൊ പിന്നെ ഈ നിങ്ങൾ 2 പാക്കറ്റ് പൗഡർ തന്നല്ലോ, ആ പൗഡർ എങ്ങനെയാ നിങ്ങളത് ഉണ്ടാക്കുന്നത്? അത് നമ്മൾ ചകിരിച്ചോറും ബാക്ടീരിയ മിക്സും കൂടെ കൂട്ടിയിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പൊ അതിൽ പുഴു വരും. നമ്മൾ അതിലിട്ട് അടച്ചു വെക്കല്ലേ, അപ്പൊ അതിൻ്റെ ഉള്ളിൽ നിന്ന് അത് പ്രവർത്തിച്ചിട്ട് പുഴു വരും. പുഴു ഈ ഭക്ഷണത്തിന്റെ വേസ്റ്റ് കഴിച്ചിട്ട് പുഴു അതിൽ തന്നെ ചത്തുപോകും. പുഴു ഒരിക്കലും പുറത്തേക്കൊന്നും വരില്ല. നമ്മൾ വളാക്കി എടുക്കുമ്പോൾ പുഴു ഒന്നും ഉണ്ടാവുന്നുണ്ടായിരിക്കും. പുഴു അതിൽ കൂടെ തന്നെ ചത്തുപോകും. അപ്പൊ അതുകൊണ്ട് സുഖമാണ്. അപ്പൊ നമുക്ക് നല്ലൊരു ഉപകാരമാണ് നിങ്ങൾ ചെയ്ത്. സ്മെൽ എന്തെങ്കിലും പുറത്തേക്ക് വന്നിട്ടുണ്ട്? അങ്ങനത്തെ ഒന്നുമില്ല. ഇല്ല, നമ്മൾ അടച്ചു വെക്കുന്നതല്ലേ. അപ്പൊ അത് നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം പോയി അതിനകത്ത് ഇടുന്നു, അടച്ചു വെക്കുന്നു. പെരിച്ചാഴിയുടെ ശല്യം അങ്ങനെ എന്തെങ്കിലും? ഇവിടെ ഒന്നുമില്ല. അത് കാരണം ആദ്യമൊക്കെ ഉണ്ടായിരുന്നല്ലോ, ഇഷ്ടംപോലെ ഉണ്ടായിരുന്നു. ഇപ്പൊ ഇത് പുറത്തേക്ക് ഇടുന്നില്ലേ, നമ്മൾ ചോറൊക്കെ ഇടുമ്പോഴല്ലേ പെരിച്ചാഴിയൊക്കെ വരുന്നത്. അപ്പൊ അതൊന്നുമില്ല. ഇല്ല. ഓക്കെ. ടീച്ചർ ഫുള്ളി സാറ്റിസ്ഫൈഡ് ആണ്? 100%. ഓക്കെ ടീച്ചർ. അപ്പൊ ടീച്ചറുടെ വർക്കിംഗ് ഡേ ആയിട്ടും ഞങ്ങൾക്ക് വേണ്ടി ഇത്രയും ടൈം സ്പെൻഡ് ചെയ്തതിൽ താങ്ക് യു. കാരണം ഇപ്പൊ കുറച്ച് സമയം ഫ്രീ ആണല്ലോ, കൊച്ചുങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുകയല്ലേ. അതുകൊണ്ട് സമാധാനത്തോടെ നിങ്ങളോട് സംസാരിക്കാനും അല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. പിന്നെ പിള്ളേർ ചോറ് കൊടുക്കുന്ന സമയമാണ്, പിന്നെ ബാക്കി ചെയ്തോളും, കുഴപ്പമൊന്നുമില്ല. ഓക്കെ. സൂപ്പറായിരുന്നു. താങ്ക് യു.